പച്ചത്തഴപ്പാർന്ന ഓരോ പുൽനാമ്പിനെയും പരിശുദ്ധമായ പാൽത്തുള്ളിയാക്കുന്ന മാന്ത്രിക ശക്തിയുള്ളവരാണ് നമ്മുടെ പശുക്കൾ. കേരളീയർക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ നമ്മുടെ ക്ഷീരോത്പാദന രംഗത്ത് വിപ്ലവകരമായ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന തീറ്റച്ചെലവ്, ജോലിക്കാരുടെ അഭാവം, കുറഞ്ഞുവരുന്ന കൃഷിഭൂമി, വിപണനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഈ രംഗത്തെ പ്രധാന വെല്ലുവിളികളാണ്. എന്നാൽ ഒട്ടനവധി ക്ഷീരകർഷകർ നൂതന ശാസ്ത്രീയ പരിപാലന രീതികൾ പ്രയോജനപ്പെടുത്തി ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെയും യന്ത്രവൽക്കരണത്തിന്റെയും സഹായത്താൽ ജോലിഭാരം കുറച്ച് നല്ല പരിപാലനം നൽകി പരമാവധി ഉൽപാദനം കൈവരിക്കുന്നു. തൊഴുത്തു നിർമ്മാണം, പശുക്കളെ തിരഞ്ഞെടുക്കൽ, തീറ്റക്രമം, ശാസ്ത്രീയ പരിപാലനം, പാൽ വിപണനം എന്നീ രംഗങ്ങളിൽ പുത്തൻ പ്രവണതകൾ ഇന്ന് നമുക്ക് കാണാം. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃഷിദർശൻ തത്സമയ ഫോൺ പരിപാടിയിലേക്ക് സ്വാഗതം. മാറ്റം പ്രകൃതി നിയമമാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യ രീതിയിൽ ചെയ്തിരുന്ന പശു വളർത്തലും ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. ക്ഷീരമേഖലയിലെ നൂതന പ്രവണതകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം പുതിയ സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യാം നമ്മൾ ഇന്നത്തെ കൃഷിദർശനിൽ. ഇന്നത്തെ കൃഷിദർശനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷീരമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളാണ്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് പ്രമുഖ ഫാം ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഫാം കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ആർ വേണുഗോപാലാണ്. ഡോക്ടർ ആർ വേണുഗോപാൽ മൃഗസംരക്ഷണ വകുപ്പിലെ നെയ്യാറ്റിൻകര വെറ്റിനറി ഹോസ്പിറ്റലിലെ സീനിയർ വെറ്റിനറി സർജനായിട്ട് ജോലി നോക്കി വരുന്നു. സ്വാഗതം ചെയ്യാം വേണുഗോപാൽ സാറിനെ ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. സ്വാഗതം സർ. ക്ഷീരമേഖലയിലെ ഇന്നത്തെ ഒരവസ്ഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ക്ഷീരമേഖലയുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒട്ടനവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ മുന്നേറുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. കേരളത്തിൻ്റെ ക്ഷീരമേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരമ്പരാഗത രീതിയിലുള്ള ഒരു പശു വളർത്തലായിരുന്നു മുൻകാലങ്ങളിൽ. എന്നാൽ ഇന്ന് അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഇവിടെ വന്നിട്ടുണ്ട്. നൂതനമായ ഒട്ടനവധി പരിപാലന രീതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കർഷകർ ഏറ്റവും നല്ല പശുവിനെ കണ്ടെത്തി ഏറ്റവും നല്ല പരിചരണം കൊടുത്ത് പരമാവധി പാൽ ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും മെച്ചപ്പെട്ട വില കിട്ടുന്ന രീതിയിൽ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളുമാക്കി വിപണനം ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം ഈ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ പ്രകടമായി കഴിഞ്ഞു. ഒരു പശു രണ്ട് പശു സങ്കല്പത്തിൽ നിന്നും മാറി ചെറുതും വലുതുമായ ഡയറി യൂണിറ്റുകൾ ധാരാളം വന്നിരിക്കുന്നു. കാരണം നമുക്കറിയാം ഈ ഒരു പശുവിനെ വളർത്തുമ്പോഴുണ്ടാകുന്ന ഉൽപ്പാദന ചെലവ്, പാലിൻ്റെ ഉൽപ്പാദന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും പശുക്കളുടെ എണ്ണം കൂടുമ്പോൾ. അപ്പോൾ 10 പശുവിനെ വളർത്തുന്ന ഒരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അവിടുത്തെ ഫാമിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു, യന്ത്രവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ജോലിക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ട് പാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചെറുകിട ഡയറി യൂണിറ്റുകൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ വരുന്ന ഒരു മാറ്റം ഒരു പശു രണ്ട് പശു സങ്കല്പത്തിൽ നിന്ന് മാറി ചെറിയ ചെറിയ ഡയറി യൂണിറ്റുകൾ, സ്ഥായിയായ ഡയറി യൂണിറ്റുകൾ ആ പ്രദേശത്തെ സാഹചര്യത്തിനനുസരിച്ച് വളർന്നു വരുന്ന ഒരു സമീപനമാണ് കാണുന്നത്, പ്രധാനമായിട്ടും കാണുന്നത്. സർ, ക്ഷീരമേഖലയിൽ പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ടെന്നല്ലോ പറഞ്ഞല്ലോ. എന്താണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ? തീർച്ചയായിട്ടും മറ്റെല്ലാ മേഖലകളും നേരിടുന്ന പോലെ ക്ഷീരമേഖലയും ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവ് തന്നെയാണ്. ഉൽപ്പാദന ചെലവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീറ്റ ചെലവ് തന്നെയാണ്. നമ്മുടെ 1 ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ 70% തീറ്റ ചെലവാണ്. അമിതമായ തീറ്റ ചെലവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് തീറ്റയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ അന്യസംസ്ഥാനത്തു നിന്ന് വരേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പാലിന് എത്ര വില കൂട്ടിയാലും അതിനേക്കാൾ ഉപരിയായിട്ട് തീറ്റ വില കൂടുന്നത് കൊണ്ട് ഉൽപ്പാദന ചെലവ് താങ്ങാൻ പറ്റാത്തൊരു കാലമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്,
ജോലിക്കാരുടെ അഭാവം, പ്രത്യേകിച്ച് കറവ എന്ന് പറയുന്ന കാര്യത്തിന് ഇന്ന് ആളിനെ കിട്ടാനില്ലാതെ വരുന്നു. അതുകൊണ്ട് കറവയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് വലിയൊരു പ്രശ്നമായി നേരിടുന്നുണ്ട്. പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് പൊള്യൂഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പശു വളർത്തൽ കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തീറ്റപ്പുല്ല് വളർത്താനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കാരണം കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നു. കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നതുകൊണ്ട് പുൽകൃഷി സാധ്യമാവാതെ വരുന്നു. അപ്പോൾ പുൽകൃഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശു വളർത്തലിനെ ലാഭകരമാക്കുന്നത്. അപ്പോൾ പശു വളർത്തൽ ലാഭകരമാവണമെങ്കിൽ അതിനാവശ്യമായ പുൽകൃഷി ഉണ്ടാവണം. ഒരു പശുവിനെ വളർത്തണമെങ്കിൽ കുറഞ്ഞത് 10 സെൻറ്റെങ്കിലും പുല്ല് കൃഷി ചെയ്താൽ മാത്രമേ ആ പശുവിന് 365 ദിവസവും കൊടുക്കാനുള്ള തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീറ്റപ്പുല്ലില്ലാതെ വൈക്കോലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടൊരു പശു വളർത്തൽ എന്ന് പറയുന്നത് സ്ഥായിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കൃഷിസ്ഥലം കുറഞ്ഞു വരുന്നത്, അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഇവിടെ ഒരിക്കൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, അതായത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. വേനൽക്കാലം, രൂക്ഷമായ വേനൽക്കാലം വരുന്നു. അപ്പോൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്, പശുവിനെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് അതുപോലെ വിപണനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. കാരണം പാലിന് പ്രാദേശികമായിട്ടുള്ള വിപണിയിൽ നല്ല വില കിട്ടുന്നില്ല, മാർക്കറ്റിങ്ങിൻ്റെ വിഷയങ്ങൾ വരുന്നു. അപ്പം ചെറിയ പരിമിതമായ ഉൽപ്പാദനം ഉള്ള കർഷകർക്ക് ഇത് വിറ്റഴിക്കാനും മറ്റുമൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം പല പ്രശ്നങ്ങളും ഈ മേഖലയിലുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഇടപെടൽ നൂതന സാധ്യതകൾ. എന്തൊക്കെയാണ് നൂതന സാധ്യതകൾ? നൂതന സാധ്യതകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഏറ്റവും വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരു പശു വളർത്തൽ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ഡയറി ഫാമിൽ കൊണ്ടുവരുന്നത് തന്നെ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനും മാറ്റത്തിലേക്ക് വരും. അപ്പോൾ നമുക്കതിൽ വളരെയധികം കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴുത്തുമായി ബന്ധപ്പെട്ടാണ്. തൊഴുത്ത് നിർമ്മാണം മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ തൊഴുത്ത് നിർമ്മാണം അതിലൊരു വിഷയമാണ്. അതുപോലെ പശുക്കളെ വാങ്ങുന്നതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന വിഷയമാണ്. അങ്ങനെ പിന്നെ തീറ്റക്രമം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. എല്ലാ രംഗങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, പ്രായോഗികമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ തൊഴുത്ത് നിർമ്മാണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴുത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് തൊഴുത്ത് ചെയ്യുന്ന ഒരാളിനെ പറ്റി എനിക്ക് പറയുകയാണെന്നുള്ളത്, ഒരു കാരണവശാലും പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ പാടില്ല. കാരണം ഒരു മരവും മുറിച്ച് മാറ്റരുത്. അതെ, തീർച്ചയായിട്ടും അവിടെ തൊഴുത്ത് ചെയ്യുന്ന ഒരാൾ ഒരു പരിസരത്തുള്ള ഒരു മരവും മുറിച്ച് മാറ്റാതെ അവിടെ ഉള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഭൂമി എങ്ങനെയാണോ ആ ഭൂമിയെ ആ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇപ്പോൾ കാരണം ഞാൻ പറയാൻ കാര്യം JCB ഒന്നും കയറ്റി ഇടിച്ചു നിരത്തി അല്ലെങ്കിൽ പാറയൊക്കെ പൊട്ടിച്ച് ആ ഭൂമിയുടെ ഘടന മാറ്റിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി ആവശ്യമില്ല. ഭൂമി എങ്ങനെയാണോ ആ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മേൽക്കൂരയ്ക്ക് ഷീറ്റ് തന്നെ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഓലയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഏറ്റവും ചിലവ് കുറഞ്ഞു, പ്രത്യേകിച്ച് പറഞ്ഞാൽ തൊഴുത്ത് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴുത്തെന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസൈനർ തൊഴുത്തായിരിക്കണം. അതൊരു ഡിസൈനർ തൊഴുത്ത് നമ്മൾ വിഭാവന ചെയ്യുന്ന പറഞ്ഞാൽ പശുവിന് ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ പശുക്കൾക്ക് ആവശ്യമായ കംഫർട്ട് ഏറ്റവും പരമാവധി കിട്ടുന്ന ഒരു തൊഴുത്തായിരിക്കണം. അപ്പോൾ മേൽക്കൂര പരമാവധി ഉയർത്തി ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല വായു സഞ്ചാരം അതിനകത്ത് കിട്ടണം. വായു സഞ്ചാരം കൂട്ടിയാൽ മാത്രമേ പശുക്കൾക്ക് സുഖസൗകര്യമായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പശു എത്രത്തോളം കംഫർട്ട് കിട്ടുന്നു അല്ലെങ്കിൽ സുഖം കിട്ടുന്നു എന്നുള്ളത് പശു എത്ര മണിക്കൂർ കിടക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ആരോഗ്യമുള്ള ഒരു പശു ഒരു ദിവസം ശരാശരി 8 മുതൽ 10 മണിക്കൂർ വരെ തൊഴുത്തിനകത്ത് കിടക്കണം. 8 മുതൽ 10 മണിക്കൂർ വരെ തൊഴുത്തിനകത്ത് കിടന്ന് അയവിറക്കിയാൽ മാത്രമേ ശരിയായിട്ട് പാല് കിട്ടത്തുള്ളൂ. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു നല്ല ഡിസൈനർ തൊഴുത്താണ് നമ്മൾ വിഭാവന ചെയ്യേണ്ടത്. അപ്പോൾ മേൽക്കൂരയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ടിൻ ഷീറ്റ് ഉപയോഗിക്കാം. ടിൻ ഷീറ്റ് നല്ല ഉയർത്തി ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ അതിന് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു അടിക്കൂരയായിട്ട് ചെടി നഴ്സറിയിൽ മറ്റും ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗിച്ച് ഒരു അടിക്കൂര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കുറയും. നെറ്റ് ഉപയോഗിക്കാം. അപ്പം അത്രയും റിഫ്ലക്ഷൻ കുറയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, തൊഴുത്തിൻ്റെ പരിസരം ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യരുത്. ഇപ്പോഴ് പലരും കാണുന്നത് വൃത്തിയായി കിടക്കാൻ വീടിൻ്റെ പരിസരം സിമെന്റ് ഇടുന്നതോട് എന്താ സംഭവിക്കുന്നത്, അവിടെ നിന്ന് റിഫ്ലക്ഷൻ കൂടുന്നു. പ്രത്യേകിച്ച് നേരിട്ടുള്ള സൂര്യപ്രകാശം വരുന്നതിനേക്കാൾ കൂടുതൽ ഇതാണ് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ. റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ട്. അത് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നു, പശുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ പരിസരം പച്ചപ്പുല്ലും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ഏറ്റവും നല്ലത്. നല്ല ഉയർന്ന മേൽക്കൂര, വായു സഞ്ചാരം കിടക്കണം, സൂര്യപ്രകാശം കിടക്കണം. അതോടൊപ്പം തന്നെ തൊഴുത്തിനകത്ത് കുറേ അധികം ക്രമീകരണങ്ങളും കൂടെ നമ്മൾ കൊണ്ടുവരണം. ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് നിൽക്കാൻ 6 അടി നീളം 4 അടി വീതി, അതാണ് ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായ ഇടമെന്ന് പറയുന്നത്. 6ക്ക് 4 സങ്കരയിനത്തിന് കുറച്ചുകൂടെ കുറവ് മതിയായിരിക്കും. പക്ഷെ സാധാരണ നമ്മൾ ഒരു തൊഴുത്ത് ചെയ്യുമ്പോൾ സങ്കരയിനത്തിന് ആവശ്യമായ സ്പേസ് 6 അടി നീളം 4 അടി വീതി. അതിൻ്റെ പുൽക്കൂടിന് 2.5 അടി
വീതി മതി. പക്ഷേ പുൽക്കൂട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒറ്റ ഇതായിട്ട് അങ്ങ് ചെയ്യണം. കാരണം അത് ക്ലീൻ ചെയ്യാൻ വെള്ളം കുടിക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് പുതിയതായിട്ടുള്ള വെള്ളം കുടിക്കാനുള്ള 24 മണിക്കൂറും കുടിവെള്ളം തൊഴുത്തിനകത്ത് തന്നെ ക്രമീകരിക്കുന്ന സംവിധാനം വേണം. കാരണം അത്രയും ജോലിഭാരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പല സംവിധാനങ്ങളുണ്ട്. ചിലവ് കുറഞ്ഞ രീതികൾ, അതായത് ഇപ്പം ചെടിച്ചട്ടി പോലുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തൊഴുത്തിനകത്ത് തന്നെ ക്രമീകരിച്ചാൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച്, ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു പശുവിന്, ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് ശരാശരി ഉള്ള ശരീര തൂക്കമുള്ള ഒരു പശുവിന്, ഒരു 300-350 കിലോ ശരീര തൂക്കമുള്ള ഒരു പശുവിന് 60 മുതൽ 90 ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. പക്ഷേ ഈ വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ അത് ഉൽപ്പാദനത്തെ ബാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ശരീര പ്രവർത്തനങ്ങളെ ബാധിക്കും, ആരോഗ്യത്തെ എല്ലാം തന്നെ ബാധിക്കും. വെള്ളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വെള്ളം വാങ്ങിക്കാനും കിട്ടുന്നുണ്ടോ? റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച്, അതായത് ചെടിച്ചട്ടിയും മറ്റുമൊക്കെ കൺവേർട്ട് ചെയ്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുടിവെള്ളം പല രീതിയിൽ നമുക്ക് അതാത് സ്ഥലത്ത് കർഷകർ ഇത്തരത്തിലുള്ള ഇപ്പം തന്നെ എല്ലാവരും ആയിക്കഴിഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വെള്ളം 24 മണിക്കൂറും പശുവിന് കുടിക്കാനായിട്ട് അവിടെ അഷർ ചെയ്യാം, നമുക്ക് ഉറപ്പുവരുത്താം. മറ്റൊന്ന്, തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അതിനകത്തൊരു വലിയൊരു മാറ്റമാണ് വരുന്നത്. പരമ്പരാഗത രീതിയിൽ വെള്ളത്തിൽ കലക്കി തീറ്റ കൊടുക്കുന്നതിൽ നിന്ന് മാറി തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കുന്നത് അത് ആ പുൽക്കൂട്ടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ധാരാളം ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഉമിനീര് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നു അത് അത്രത്തോളം ദഹനത്തെ സഹായിക്കുന്നു. ഇന്ന് കേരളത്തിലെ പശുക്കളിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അസിഡോസിസ് എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ പലരും ഈ സോഡാപ്പൊടി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സോഡാപ്പൊടി കൊടുക്കുക അല്ല വേണ്ടത്, അതിൻ്റെ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുകയാണ്. സാധാരണ തീറ്റ കലക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കുക. തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഉമിനീര് ശരിയായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്ക് ആ ഉമിനീരിൻ്റെ സഹായത്താൽ ശരിയായിട്ടുള്ള ദഹനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ദഹനം ശരിയായിട്ട് നടക്കുന്നതുകൊണ്ട് അതിലുള്ള പോഷകവസ്തുക്കൾ ശരിയായി ആഗിരണം ചെയ്യുന്നു. ഈ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ പ്രശ്നങ്ങളാണ് സങ്കരയിനം പശുക്കളിൽ കണ്ടുവരുന്നത്. അതിൻ്റെ കാലുകളിലുണ്ടാകുന്ന ഈ പറഞ്ഞ ലാമിനേറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വളരെ പ്രകടമായ രീതിയിൽ പല ഫാമുകളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു രീതി അതിനെല്ലാം പ്രയോജനം ചെയ്യും, ഈ തൊഴുത്തിനകത്ത് വെള്ളം കൊടുക്കുന്ന സമ്പ്രദായം. അതുപോലെ തന്നെ നമ്മൾ തൊഴുത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊഴുത്തിൻ്റെ സ്ലോപ്പ് കുറയ്ക്കുന്നുണ്ട്. പണ്ട് നമ്മൾ 40 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ സ്ലോപ്പ് എന്നുള്ളത് ഇപ്പോൾ 60 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ലോപ്പ് കുറയ്ക്കുന്നതോറും കുറേ കൂടെ കുളമ്പിനുണ്ടാകുന്ന തേയ്മാനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പിൻകാലുകളിലെ വെയിറ്റ് കൂടുതൽ വരാതെ നമുക്ക് സഹായിക്കാം. കാരണം കുളമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ പശുക്കളുടെ, പ്രത്യേകിച്ച് സങ്കരയിനം പശുക്കളുടെ കാര്യത്തിലുണ്ട്. കാരണം നമുക്കറിയാം, ഒരു പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് കുളമ്പിലേക്കാണ്. അപ്പോൾ വെളുത്ത കുളമ്പ് വളരെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നു, കറുത്ത കുളമ്പ് കൂടുതൽ കാലം നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർഷകർക്കറിയാം. അതോടൊപ്പം തൊഴുത്തിൽ ഇത്തരം ക്രമീകരണങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ തൊഴുത്തിന് ചാണകവും മറ്റും നീക്കാനുള്ള സംവിധാനങ്ങൾ അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൊഴുത്തിനകത്ത് വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. പശുവിനെ കുളിപ്പിക്കുന്നുള്ളതും ഗോമൂത്രവും അവിടെ വെച്ച് തന്നെ വേർതിരിഞ്ഞ് ഒരു ഇതിനകത്തൂടെ, ഈ ഡങ് ചാനലിനകത്തൂടെ ഈ പെട്ടെന്ന് പ്രത്യേകം ഒഴുകിപ്പോയി അതൊരു പിറ്റിനകത്ത് വരണം. ചാണകം വേറെ സംഭരിക്കാനും ഗോമൂത്രവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും പ്രത്യേകം പോകാനുള്ള സംവിധാനം നമ്മുടെ തൊഴുത്തിനകത്ത് തന്നെ ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ട്. കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറഞ്ഞോളൂ, കേൾക്കാം. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ മാഡം, ചോദിച്ചോളൂ. വത്സല, അടൂരിന്ന് വിളിക്കുന്നു, പത്തനംതിട്ട ജില്ലയിലെ. പശുവിന് പാല് കൂട്ടുന്ന നൂതന മാർഗം എന്തുവാണെന്ന്? പശുവിന് പാല് കൂട്ടാനുള്ള നൂതന മാർഗോ? സാർ പറയും. പാല് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ പശുവിന്റെ പരിചരണം മെച്ചപ്പെടുത്തുക. പരിചരണത്തിലൂടെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് കൂടാൻ ആവശ്യം ഒന്ന്, അതിന്റെ പാലിന്റെ ഉൽപാദനത്തിനനുസരിച്ചുള്ള തീറ്റ കൊടുക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു പശുവിന് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ശരീരഭാരത്തിന്, അതിന്റെ ശരീര പ്രവർത്തനങ്ങൾ നിലനിർത്താനായിട്ട് കുറഞ്ഞ അതിന്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോ വരും. അതുകൂടാതെ പാലുൽപാദനത്തിന് ഓരോ ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ എന്ന കണക്കിൽ നമ്മൾ അധികമായിട്ട് കൊടുക്കണം. അപ്പോൾ എത്ര പാല് നിങ്ങളുടെ പശുവിന് കിട്ടുമോ അത്രയും തീറ്റ അധികമായിട്ട് കൊടുക്കണം. ഇതിന് പുറമെ ധാതുലവണ മിശ്രിതങ്ങളും പച്ചപ്പുല്ല്, ശരാശരി 25 മുതൽ 30 കിലോ പച്ചപ്പുല്ല് ഒരു ദിവസം ആവശ്യമാണ്. ധാതുലവണ മിശ്രിതങ്ങൾ ആവശ്യമാണ്. ഈ രീതിയിലാണ് നമ്മൾ ഉൽപാദനത്തിനനുസരിച്ച് പശുക്കൾക്ക് പാല് കൊടുക്കുന്നത്, തീറ്റ കൊടുക്കേണ്ടത്. നന്ദി മാഡം, വീണ്ടും വിളിക്കുക.
ഇനി ചോദ്യമുണ്ടോ? നന്ദി. അപ്പം നമ്മൾ തൊഴുത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഈ തൊഴുത്തിനെ വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ തൊഴുത്തിൽ നല്ല രീതിയിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ ചാണകവും മറ്റും മാറ്റാനുള്ള സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ചാണകം നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും നേരെ തന്നെ ഒഴുകി ഒരു പിറ്റിനകത്ത് സ്ലറി പിറ്റിനകത്തേക്ക് പോകാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതെ, മാലിന്യം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് സാർ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. തീർച്ചയായും മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനം ഫാമുകൾക്കെല്ലാം തന്നെ അനിവാര്യമാണ്. 5 പശുവിൽ കൂടുതൽ വളർത്തുന്ന എല്ലാ ഫാമുകൾക്കും ഇന്ന് ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈസൻസ് ഒരു ഫാമിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബയോഗ്യാസാണ്. ബയോഗ്യാസ് പ്ലാന്റ് വളരെ അനിവാര്യമായ ഒന്നാണ്. അത് നമുക്ക് നേട്ടവുമാണ്. കാരണം ബയോഗ്യാസിലൂടെ നമുക്ക് ഈ ഗ്യാസിൽ നിന്ന് ഉണ്ടാകുന്ന ബയോഗ്യാസ് എടുത്തിട്ട് നമുക്ക് ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. അതൊരു വരുമാന മാർഗമായിട്ട് തന്നെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ ബയോഗ്യാസിൽ നിന്ന് പുറത്തു വരുന്ന സ്ലറി കൂടുതൽ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് സ്ലറി പമ്പ് ചെയ്ത് പച്ചക്കറിക്കും വാഴയ്ക്കും മറ്റും കൃഷിയിടങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മൾ നിർബന്ധമായിട്ടും ഫാമുകൾക്കെല്ലാം തന്നെ ബയോഗ്യാസ് വേണം. എത്ര പശുക്കളുണ്ടോ അതിൻ്റെ പകുതി കപ്പാസിറ്റിയുള്ള ബയോഗ്യാസ് മതി. ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്നതിന് വിവിധ ഏജൻസികൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. കൃഷി വകുപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബയോടെക് പോലെയുള്ള പല ഏജൻസികളിൽ നിന്നും സബ്സിഡിയും അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഒരു ഡയറി ഫാം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബയോഗ്യാസ് അനിവാര്യമാണ്. അത് കൂടാതെ വേണ്ടി വരുന്ന ഒന്ന് മേൽക്കൂരയുള്ള ചാണകക്കുഴി അല്ലെങ്കിൽ ഡങ് ബിറ്റ് എന്ന് പറയും. കാരണം ഡങ് ബിറ്റ് നമുക്കറിയാം മുഴുവൻ ചാണകവും നമുക്ക് ബയോഗ്യാസിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അധികമായി വരുന്ന ചാണകം നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു ചാണകക്കുഴി വേണം. അത് മേൽക്കൂരയുള്ള ഡങ് ബിറ്റ് തന്നെ വേണം. മാത്രമല്ല മേൽക്കൂര നല്ല ഉയരത്തിലായിരിക്കും. കാരണം ഇത് ചാണകവും മറ്റും കോരി മാറ്റാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ JCB മറ്റുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉയർന്ന മേൽക്കൂരയുള്ള ഒരു ഡങ് ബിറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് തന്നെ ഒരു കൃത്യമായ കണക്കുകളുണ്ട്. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 10 പശുവിനെ വളർത്തുന്ന ഒരു ഫാമിൽ ഏകദേശം 1 മാസമൊക്കെ ചിലപ്പോൾ കേരളത്തിൽ മഴ തുടർച്ചയായിട്ട് നിൽക്കും. ആ 1 മാസത്തിൽ അധികം ചാണകം സംരക്ഷിക്കാനുള്ള ഒരു ഇത് വേണം. 4 മീറ്റർ നീളം, 3 മീറ്റർ വീതി, 2 മീറ്റർ താഴ്ചയുള്ള ഒരു ചാണകക്കുഴി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 10 പശുള്ള ഒരു ഡയറി ഫാമിന് ഏകദേശം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ, ചാണകം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. പറയൂ. ചോദിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ. മാഡം, പശു ഒരാഴ്ചയായി പ്രസവിച്ചിട്ടേ പാല് കാലത്തീറ്റ തിന്നുന്നില്ലല്ലോ, കാരണം എന്നാന്ന്? സാർ പറയും. അത് പല പ്രദേശങ്ങളും കാണുന്നതാണ്. പല കാരണങ്ങളും കൊണ്ട് കാലത്തീറ്റ തിന്നാതിരിക്കാം. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അന്നജത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കീറ്റോസിസ് എന്ന് പറഞ്ഞ രോഗം. കീറ്റോസിസ് എന്ന് പറഞ്ഞ രോഗമാണെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി പശുവിൻ്റെ മൂത്രമെടുത്ത് പരിശോധിച്ചാൽ മതിയാവും. അടുത്ത മൃഗാശുപത്രിയിൽ അല്ലെങ്കിൽ അടുത്ത ലബോറട്ടറി എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ നോക്കി പശുവിൻ്റെ മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അന്നജത്തിൻ്റെ കുറവ് മൂലമുള്ള കീറ്റോസിസ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നത് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പ്രസവ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ അതിന് ഉണ്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഈ ഉയർന്ന ചൂട് കാരണം പശുക്കൾ പൊതുവെ കേരളത്തിൽ ഇപ്പോൾ പകൽ സമയത്ത് ആഹാരം കഴിക്കുന്നില്ല എന്നുള്ള ഒരു വ്യാപകമായിട്ട് കണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഉയർന്ന ചൂട് കാരണം അത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് സ്വയം നിയന്ത്രിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് താപനിലയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണോ അതോ ഈ നേരത്തെ പറഞ്ഞ കീറ്റോസിസ് അന്നജത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടുക, ഇതിൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഇത് രോഗനിർണയം നടത്തിയതിന് ശേഷം ചികിത്സ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നന്ദി മാഡം. വീണ്ടും വിളിക്കുക സർ. ഇനി നമുക്ക് പ്രോഗ്രാമിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേള. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30-നും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05-നും. സൂര്യപ്രകാശവും വായുസഞ്ചാരവും യഥേഷ്ടം ലഭിക്കത്തക്ക രീതിയിൽ ഉയർന്ന മേൽക്കൂരയോട് കൂടിയ തൊഴുത്തുകളാണ് സങ്കര ഇനം പശുക്കൾക്ക് ഉത്തമം. തൊഴുത്തിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ തുള്ളിനന, ഫാൻ തുടങ്ങിയ മാർഗങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്.
പശുക്കൾക്ക് കിടക്കാനായി റബ്ബർ മെത്തകൾ നൽകുന്നതും ഇന്ന് സാധാരണമാണ്. ഇതിന്റെ ഉപയോഗം പശുക്കൾക്കുണ്ടാകുന്ന സന്ധികളുടെയും കുളമ്പിന്റെയും തകരാറുകൾക്ക് ഒരു പരിധിവരെ പ്രതിവിധിയാകുന്നു. ശുദ്ധമായ കുടിവെള്ളം 24 മണിക്കൂറും പശുക്കൾക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പല തൊഴുത്തിലുമുണ്ട്. ചൂടുകാലത്ത് ഇവ വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. സങ്കരയിനം പശുക്കളെ യഥേഷ്ടം പരിപാലിച്ചാൽ മെച്ചപ്പെട്ട ഉൽപാദനം കൈവരിക്കാൻ സാധിക്കും. പരമ്പരാഗത ഭക്ഷ്യപദാർത്ഥങ്ങളായ വൈക്കോൽ, പുല്ല് എന്നിവ കൂടാതെ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ബൈപ്പാസ് തീറ്റയും ഇന്ന് ഉപയോഗിച്ചു വരുന്നു. തീറ്റപ്പുൽ കൃഷിക്കു കൂടെ ഊന്നൽ നൽകിയാൽ പശു വളർത്തൽ ലാഭകരമാക്കാം. പുല്ലിനങ്ങളായ നേപ്പിയർ, ഗിനിപ്പുല്ല്, കോങ്കോ സിഗ്നൽ എന്നിവയും വൃക്ഷവിളകളായ സുബാബുൾ, അകത്തിച്ചീര എന്നിവയും ഉപയോഗിക്കാം. പുല്ല് മുറിച്ചു നൽകുന്നതിനായി ചാഫ് കട്ടർ ഉപയോഗിക്കാം. വൃത്തിയുള്ള തൊഴുത്തും ശാസ്ത്രീയമായ കറവയും അകിട് രോഗത്തെ അകറ്റി നിർത്തും. പശുക്കളിൽ കാണപ്പെടുന്ന വിവിധതരം വന്ധ്യത യഥാസമയമുള്ള ചികിത്സയിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാനാകും. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗനിയന്ത്രണ മാർഗങ്ങൾ എന്നിവ പശുക്കളിൽ ഒഴിവാക്കാനാകാത്ത വസ്തുതകളാണ്. തൊഴുത്തിനോട് ചേർന്ന് ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ള പാചകവാതകം ലഭ്യമാകുന്നു. ബയോഗ്യാസ് സ്ലറി പ്രയോജനപ്പെടുത്തി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുകയും ചെയ്യാം. സ്വന്തമായ പാൽ വിപണന രീതികൾ അവലംബിക്കുന്ന നിരവധി കർഷകരും ഇന്ന് കേരളത്തിലുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നടപ്പിലാക്കി വരുന്ന നേച്ചർ ഫ്രഷ് മാതൃക ഇതിന് ഒരു ഉദാഹരണമാണ്. നൂതന ശാസ്ത്രീയ രീതികൾ പ്രയോജനപ്പെടുത്തി വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നേറുന്ന ക്ഷീര കർഷകരിലാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ചർച്ച തുടരുന്നു. സർ, നമ്മുടെ ഈ നൂതന സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനം യന്ത്രവൽക്കരണമാണ്. യന്ത്രവൽക്കരണത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും യന്ത്രവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ യന്ത്രവൽക്കരണത്തിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട യന്ത്രവൽക്കരണ ആവശ്യമായ ഒരു മേഖല എന്ന് പറയുന്നത് കറവയാണ്. പശുക്കളുടെ കറവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. കറവക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ 5 പശു അതിൽ കൂടുതൽ വളർത്തുന്ന മിക്ക കർഷകരും കറവയന്ത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. കറവയന്ത്രം വാങ്ങാനായിട്ട് ഇപ്പം ഗവൺമെന്റ് സബ്സിഡി 25,000 രൂപ സബ്സിഡി മൃഗസംരക്ഷണ വകുപ്പും കൊടുക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പും കറവയന്ത്രത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും യന്ത്രവൽക്കരണത്തിന്റെ കാര്യത്തിൽ ആദ്യം വരുന്നത് കറവയന്ത്രമാണ്. പക്ഷേ കറവയന്ത്രത്തെ പറ്റി പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊരു അറിവ് വേണം. കാരണം നമുക്കറിയാം അത് ഉപയോഗിച്ച് കറന്നാൽ മാത്രം പോരാ, അത് വൃത്തിയാക്കുന്നതിനും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം മെഷീൻ ഉപയോഗിച്ച് കറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിൽ 6 പശുവിനെ കറക്കാൻ സാധിക്കും. അത് അകിട് കഴുകി അത് വൃത്തിയാക്കി ഇത് കടിപ്പിക്കാൻ ഒരു 3 മിനിറ്റും കറവയ്ക്ക് വേണ്ടിയിട്ട് ഒരു 7 മിനിറ്റും, അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഒരു പശുവിനെ കറക്കാം. അപ്പോൾ 1 മണിക്കൂറിൽ നമുക്ക് 6-7 പശുവിനെ വരെ പരമാവധി കറക്കാം. പക്ഷേ ഉപയോഗം കഴിഞ്ഞത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനുണ്ട്, അതിനുള്ള ബ്രഷും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറവയന്ത്രം ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാം. പശുവിൻ്റെ അകിടിനെ സംബന്ധിച്ചിടത്തോളം കൈകൊണ്ട് കറക്കുന്നതിനേക്കാൾ നല്ലത് മെഷീൻ ഉപയോഗിച്ച് കറക്കാം. അകിടുവീക്കത്തിന്റെ തോതും കുറയുമെന്ന് തീർച്ചയായും അകിടുവീക്കത്തിന്റെ തോത് ഇതിൽ മെഷീൻ കറവയിലൂടെ കുറയുന്നു എന്നുള്ളത് മാത്രമല്ല, അകിടുവീക്കം തീർച്ചയായിട്ടും കൈകൊണ്ട് കറക്കുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ രോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ഈ യന്ത്രം ഉപയോഗിക്കുന്നതിനുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം വേണം. ഉപയോഗിച്ചതിന് ശേഷം ഒരു പശുവിനെ കറന്നതിന് ശേഷം വീണ്ടും അണുനാശിനിയിൽ മുക്കിയതിന് ശേഷം അടുത്തതിനെ കണക്ട് ചെയ്യണം, അകിട് കഴുകി വൃത്തിയാക്കണം. കറവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പാലിക്കണം. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക് ഫോൺ എടുത്തിട്ട് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, ചോദിച്ചോളൂ. ഇത് ഊട്ടി കൂടലൂരിന്നാണ്, ഷാജി എന്ന് പറയും. ചോദിച്ചോളൂ. അപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഡെയിലി കാണുന്ന ഒരു പരിപാടിയാണിത്, നല്ലൊരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു സാറിനോട്. നമ്മള് കുഞ്ഞുനാളിലെ വീട്ടില് പശുക്കൾ ഉള്ളതാണ്. അപ്പൊ പശുക്കൾ ഒഴിവാക്കിയുള്ള ഒരു ജീവിതം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ച് വളരെ മോശത്തിലാണ്. അപ്പൊ നമ്മളൊരു പശുവിനെ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. അപ്പൊ അത് പ്രസവിച്ച് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതിന് ശേഷം അതിന് പാല് അത്യാവശ്യം ഒരു 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ടായിരുന്നു. ഇടയിൽ സാറ് അത് വന്നിട്ട് അകിട് വീക്കം വരിക.
പാല് കഷ്ടായി വരിക. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മരുന്നും വൈദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുന്നുണ്ട്. അതെന്താ സാർ കാരണം? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം അത് തന്നെയാണ്. കാരണം അകിടുവീക്കമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത്. ഒരു വർഷം ശരാശരി 150 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിൽ ക്ഷീരകർഷകർക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഈ രോഗം വരാതിരിക്കാനായിട്ട് വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കറവയുടെ കാര്യത്തിലാണ്. കറവയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറവയ്ക്ക് മുമ്പ് അണുനാശിനി ഉപയോഗിച്ച് അകിട് കഴുകി വൃത്തിയാക്കുക. അത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പലയിടത്തും അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. പിന്നെ രണ്ടാമത് വരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കറവ. മുഴുവൻ പാലും കറന്നെടുക്കുക, കൃത്യസമയത്ത് എല്ലാ ദിവസവും കറക്കുക, 2 കറവ തമ്മിലുള്ള ഇടവേള കൃത്യമായി പാലിക്കുക. കറവ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഈ പോവിഡോൺ അയഡിൻ എന്ന് പറയുന്ന അണുനാശിനി ഉപയോഗിച്ച് ഈ മുലക്കാമ്പുകൾ മുക്കിയെടുക്കുക. അങ്ങനെ മുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ അണുനാശിനി കാമ്പിനകത്തേക്ക് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ രോഗം വരാതെ നമുക്ക് തടയാൻ സാധിക്കും. കിറ്റ് മൃഗസംരക്ഷണ വകുപ്പ് മൃഗാശുപത്രി വഴി അകിട് രോഗ നിയന്ത്രണ കിറ്റ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യം, കറവ നിർത്തിക്കഴിഞ്ഞാൽ പശുക്കൾക്ക് വറ്റുകാല ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്ന് കാമ്പിനകത്ത് അടച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ തൊഴുത്തും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല വായു സഞ്ചാരമുള്ള സൂര്യപ്രകാശം കടക്കുന്ന തൊഴുത്ത് ആണെന്നുണ്ടെങ്കിൽ അകിട് രോഗത്തെ നമുക്ക് പരമാവധി നിയന്ത്രിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് രാവിലെ ഉള്ള സൂര്യപ്രകാശം പുൽക്കൂടിൻ്റെ ഭാഗത്ത് വീഴുന്നു, വൈകുന്നേരമുള്ള സൂര്യപ്രകാശം അതിൻ്റെ പിൻഭാഗത്ത് വീഴുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് തൊഴുത്തിൻ്റെ പിൻഭാഗം എല്ലാം ഇപ്പോഴും ഉണങ്ങി വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ആ ഭാഗത്തുള്ള വീഴുന്ന ചാണകം മാത്രം നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ച് അങ്ങ് മാറ്റുക. അപ്പോൾ തൊഴുത്ത് അധികം നനയ്ക്കാതിരിക്കുക. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പശുവിനെ കുളിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ പ്രതിരോധ ശക്തി മാറും. പിന്നെ ഈ അകിട് രോഗം നിയന്ത്രിക്കാനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് വഴി തന്നെ ട്രൈസോഡിയം സിട്രേറ്റ് പോലെയുള്ള ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അകിട് രോഗം വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചിട്ടയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അകിട് രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, വരാതെ നമുക്ക് തടയാൻ സാധിക്കും. സാർ, പിന്നൊരു ഡൗട്ട്, നമ്മള് തൊഴുത്തിൽ വന്നിട്ട് നമ്മളെ ഹോസ്പിറ്റൽ ഹൗസ് ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞോളൂ. ഹോസ്പിറ്റൽ ഹൗസ് ഷീറ്റ് വിടില്ല. അപ്പൊ ഹൈറ്റില്ല, നമുക്ക് ആകെ ചെറിയൊരു സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലത്തിലൊരു വീടും അതിന്റെ പിന്നില് ഒരു 6 അടി നീളത്തിലുള്ള ഒരു തൊഴുത്ത ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഹൈറ്റ് എന്ന് വെച്ചാൽ പശു നിന്ന് കഴിഞ്ഞാൽ പശുവിനെക്കായി ഒരു 1.5 അടി മോളിക്കേ ഉള്ളൂ ഹോസ്പിറ്റൽ ഷീറ്റ്. ചെറിയൊരു സൗകര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സൗകര്യത്തിൽ നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ വളർത്താതിരിക്കാൻ പറ്റൂല ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ വളർത്തുകയാണ് സാർ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ്, അവരെ നോക്കുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ അതിന് ഞാൻ ഇപ്പൊ ഊട്ടി ഗൂഡല്ലൂരാണ്, സാറിന് അറിയണ്ടാവും. അപ്പൊ ഞാൻ എന്നും ഈ പരിപാടി കാണാം, ഡെയിലി ഇതിനായിട്ട് ഞാൻ വന്ന് കാണുന്നതാണ്. അപ്പൊ ഇതിന് ഈ അകിടിവീക്കം കാണുമ്പോ ഒരു ഭയങ്കര സങ്കടം. ഇപ്പൊ പശു പ്രസവിക്കാൻ ഇപ്പൊ 8 മാസമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് അതിനൊരു പേടിച്ച് പശുവിനെ എന്താ ചെയ്യാൻ, നോക്കണോ വളർത്തണോ അതോ കൊടുക്കാൻ മനസ്സില്ല വീട്ടില്. ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ, വൈഫാണ് നോക്കുന്നത്. അപ്പൊ ഈ ഷീറ്റിന്റെ കാരണം കൊണ്ടാണോ ഇനി? അല്ലല്ല, ഷീറ്റിന്റെ കാരണം ഇതുമായിട്ട് അകിടുവീക്കമായിട്ട് ബന്ധമില്ല. പക്ഷെ ഒരുപക്ഷെ ഈ ഊട്ടി ഗൂഡല്ലൂർ പ്രദേശങ്ങളിൽ നല്ല തണുപ്പ് കാലാവസ്ഥയായതുകൊണ്ട് ഒരുപക്ഷെ ഷീറ്റ് അല്പം താന്നിരുന്നതുകൊണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ട് വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവിടെ തണുത്ത കാലാവസ്ഥയാണ്. പക്ഷേ ശരിക്കും പറയുന്ന ഷീറ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് കുറഞ്ഞത് 10 മുതൽ 12 അടിയെങ്കിലും ഹൈറ്റ് വേണം. ഈ ആസ്ബസ്റ്റോസിന് വേറൊരു പ്രശ്നമുള്ളത്, ആസ്ബസ്റ്റോസിൽ നിന്നുള്ള പൊടി ഇങ്ങനെ താഴേക്ക് വീണിട്ട് സ്ഥിരമായിട്ട് പശുവിൻ്റെ ദേഹത്ത് ഉള്ള രോമകൂപങ്ങൾ അടഞ്ഞു പോകാറുണ്ട്. പശുക്കളുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ രോമകൂപങ്ങൾ ഈ പൊടി വീണ് അടഞ്ഞു പോയിട്ട് ഈ അതിൻ്റെ പുറത്ത് പുഴുക്കടി പോലുള്ള രോഗങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ട് ഉള്ളതേ ഉള്ളൂ ആസ്ബസ്റ്റോസിൻ്റെ പ്രശ്നം. അത് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആസ്ബസ്റ്റോസ് പുറത്തിറക്കിയതിന് ശേഷം അതിലൊരു വൈറ്റ് വാഷ് ചെയ്ത് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊടി വീഴുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അകിട് രോഗം തടയാനായിട്ട് ഇപ്പോൾ അത് ഗർഭിണിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പശുവിന് വറ്റുകാല ചികിത്സയുടെ ഭാഗമായിട്ട് അതിൻ്റെ 4 മുലക്കാമ്പുകളിലും മരുന്ന് കയറ്റി നിർത്തുക. ആൻറ്റിബയോട്ടിക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ സമയത്ത് അതിൻ്റെ അകിട് വീക്കം വരാതെ തടയും. അതിനുശേഷം പ്രസവിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറവ സമയത്തുള്ള കാര്യങ്ങൾ, അകിട് കഴുകുകയും കറവയ്ക്ക് ശേഷം മരുന്ന് മുക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തടയാൻ സാധിക്കും. അതുപോലെ തൊഴുത്ത് അതിന് ശരിക്കും പുല്ല് നമുക്ക് അതിന് ഭക്ഷണമല്ല. കാരണം നമ്മൾ അയച്ചു വിടുകയാണ്, കുറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അതിനെ അയച്ചു വിട്ടിട്ട് നമ്മൾ അതിനെ നോക്കുകയാണ് നമ്മള്.
അപ്പോ ഇനി വയലാണ്, ഫുള്ളായിട്ട് കൃഷി നട്ടിരുന്ന സ്ഥലമാണ്, വയലാണ്. അപ്പൊ അതിൽ ഈ ചേറും കാര്യങ്ങളൊക്കെ കാലില് വന്നിട്ടോ ഇനി ശരീരത്തെ അഴുക്ക് വന്നിട്ടാണോ, കാമ്പിൽ അഴുക്ക് വന്നിട്ടാണോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ നമുക്ക് അഴിച്ചു വിടാതെ വീട്ടിൽ വെച്ച് വളർത്താനുള്ള പുല്ലിന്റെ കാര്യത്തിലും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരെ നോക്കാനതൊന്നും സൗകര്യം വളരെ കമ്മിയാണ്. ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം അഴിച്ചു വിട്ട് വളർത്തുമ്പോൾ ചേറിനകത്ത് ഇറങ്ങുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ ഈ കാമ്പുകളിലൂടെ രോഗാണുക്കൾ കടന്ന് ഉള്ളിൽ പ്രവേശിച്ച് അകിടുവീക്കമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ചേറിനകത്ത് പശു ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വരാം. പക്ഷേ എരുമയ്ക്ക് ആ പ്രശ്നമില്ല. കാരണം വെച്ചാൽ എരുമയുടെ കാമ്പുകൾക്ക് ഇരുമുറുക്കം കൂടുതലാണ്, അണുക്കൾ കയറത്തില്ല. പക്ഷേ പശുവിനെ അങ്ങനെയല്ല. പശുവിന് ചെളിക്കകത്തും ചേറിനകത്തും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സങ്കരയിനത്തിൽപ്പെട്ട നല്ല പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ചേറിനകത്തും മറ്റും അധികം പോകാതെ മറ്റുള്ള സ്ഥലത്ത് അഴിച്ചുവിടുക. മറ്റുള്ള സ്ഥലത്തോട്ട് പോകത്തക്ക രീതിയിൽ അവിടെ നീട്ടി കെട്ടിയിടുകയോ മറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒപ്പം കറവയ്ക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതികളും കൂടെ നോക്കുക, ഒരു പരിധി വരെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം ഷാജി സർ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് കറവേന്ദ്രത്തെ കുറിച്ചാണ്. തീർച്ചയായും നമ്മൾ പറഞ്ഞു, കറവേന്ദ്രം വളരെ അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം കറവ നേരത്തെ പറഞ്ഞു കറവക്കാരുടെ അഭാവം മൂലം പല ഫാമുകളിലും അത് ഇല്ലാതെ പറ്റുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് പുല്ല് അരിയാനുള്ള സംവിധാനമാണ്. കാരണം നമുക്കറിയാം തീറ്റപ്പുല്ല് അത് അതേപടി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു 30% വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പുല്ല് അരിഞ്ഞു കൊടുക്കാനായിട്ട് ചാഫ് കട്ടർ വാങ്ങാനും വിവിധ ഏജൻസികൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പല രീതിയിലുണ്ട്. കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കറണ്ടിൽ പവർ ഓവറാണ്. പക്ഷേ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒട്ടും പ്രായോഗികമല്ല. കാരണം അത് വീണ്ടും ജോലി കൂടുതൽ ആയാസകരമാക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും പവർ ഡ്രിവൺ ആയിട്ടുള്ള കറണ്ടിൽ പ്രവർത്തിക്കുന്ന ചാഫ് കട്ടറാണ് നല്ലത്. അതുപോലെ തന്നെ സ്ലറി പമ്പ് ചെയ്യാനായിട്ട് സ്ലറി പമ്പ് പല ഫാമുകളിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും ശേഖരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇത്. അതുപോലെ പാക്കിംഗ് മെഷീനുകൾ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വിപണനവുമായി ബന്ധപ്പെട്ട് പാല് പാക്ക് ചെയ്ത് കൊടുക്കുന്നു, തൈര് പാക്ക് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെ ഉൽപ്പന്നങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള പാക്കിംഗ് മെഷീനുകൾ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ പല കേരളത്തിൽ തന്നെ പല സ്വകാര്യ ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രോ ഇൻഡസ്ട്രീസ് വഴിയുള്ള ഗവൺമെന്റ് ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. വിവിധ ഏജൻസികൾ വഴി ചില യന്ത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് കറവേന്ദ്രത്തിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് പുൽകൃഷി ഈ പുല്ലരിയുന്ന യന്ത്രത്തിന് കൊടുത്തിരുന്നു, ചാഫ് കട്ടറിന് കൊടുത്തിരുന്നു, KLE ബോർഡ് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ ഉപകരണങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ ഉപകരണങ്ങളും എല്ലാ ഫാമുകാരും വാങ്ങണമെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇപ്പോൾ പാല് പാക്ക് ചെയ്ത് കൊടുക്കാത്ത ഒരാളിന് പാക്കിംഗ് മെഷീൻ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സ്ലറി പമ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളിടത്ത് അത് വാങ്ങാം. ഇപ്പോൾ സ്ഥിരമായിട്ട് കറണ്ടിൻ്റെ പ്രോബ്ലം ഉള്ളിടത്ത് ജനറേറ്റർ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ചാണകം നീക്കാനായിട്ട് സ്ക്രാപ്പർ, ഏത് കാര്യം ഇപ്പോൾ ഒരു വീൽ ബാരോ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാമിലൊരു വലിയ ആശ്വാസമായി മാറും. കാരണം അവിടെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും തീറ്റ കൊണ്ടുവരാനും ചാണകം മാറ്റാനും ബാക്കിയുള്ള എല്ലാത്തിനും ഒരു ചെറിയ വീൽ ബാരോ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ മാറ്റം വരും. സർ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാം. ചോദിച്ചോളൂ സർ, ചോദ്യം ചോദിച്ചോളൂ. നമസ്കാരം. എന്റെ പേര് റാഷിദ് എന്നാണ്. കൊല്ലം ജില്ലയിലെ ചവറ എന്നാണ് വിളിക്കുന്നത്. സാറ്, ഹലോ സാറേ. സാറേ, ആട് വളർത്തുന്നതിന് നമുക്ക് ശാസ്ത്രീയമായി എന്തൊക്കെ മെച്ചപ്പെട്ട രീതികൾ അവലംബിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കി തരാം. ആട് വളർത്തൽ സർ, ഇന്നത്തെ വിഷയം അതല്ല. എന്നാലും സാർ എന്താണ് ആട് വളർത്തലിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ശാസ്ത്രീയമായ രീതിയിൽ തീർച്ചയായിട്ടും ആട് വളർത്തലിന് കേരളത്തിൽ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആട്ടിൻകുട്ടികളുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രജനന യൂണിറ്റായിട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത്. 20 ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 19 പെണ്ണാട് ഒരു മുട്ടനാടും അടങ്ങുന്ന 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ് ഏറ്റവും നല്ലത്. 50 സെൻറ്റ് സ്ഥലവും 3 ലക്ഷം രൂപയും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ ഷെഡ് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് 20 ആടിൻ്റെ വിലയും അതോടൊപ്പം തന്നെ കൂട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുകയുമാണ്. അതാണ് ഈ 3 ലക്ഷം രൂപ പറഞ്ഞത്. 50 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ ആടിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനും ആട്ടിൻ്റെ കൂട് നിർമ്മിക്കാനും ആടിനെ തുറന്നു വിടാനുള്ള ഒരു പാടക്കും ഇത്രയും കൂടെ ചെയ്യാനായിട്ട് നമുക്കൊരു 50 സെൻറ്റ് സ്ഥലവും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിത് ആടിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ സാധിക്കും. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ 19 പെണ്ണാടുള്ള ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 38 കുട്ടികളെ നമുക്ക് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാം. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 3 മാസമായ ഒരു ആട്ടിൻകുട്ടിക്ക് ശരാശരി 10 കിലോ തൂക്കം കാണും. 10 കിലോ തൂക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ 350 രൂപ ലൈവ് വെയിറ്റ് കണക്കാക്കിയാൽ 3500 രൂപ ഒരു ആട്ടുകുട്ടിക്ക് കിട്ടും. അതാണ് ഇന്നത്തെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ആട് ഫാം ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങാനായിട്ട് എനിക്ക് താങ്കളോട് നൽകാനുള്ള
നിർദ്ദേശം. സാറിന് കൂടുതൽ അറിയണമെങ്കിൽ സാറിന്റെ ഫോൺ നമ്പർ ലാസ്റ്റിൽ പറയും, വിശദമായിട്ട് വിളിച്ചു ചോദിക്കാം. സാർ ആടുവളത്തിൻ്റെ ഒരു എക്സ്പേർട്ടാണ്, സാർ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. സാർ നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. സാർ വിളിച്ചതിന് നന്ദി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യന്ത്രവൽക്കരണം കഴിഞ്ഞു, ഏകദേശം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. തീറ്റയിൽ എന്തെല്ലാം മാറ്റങ്ങൾ? തീറ്റക്രമത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശു വളർത്തലിൽ ഞാൻ നേരത്തെ പറഞ്ഞു, തീറ്റ ചെലവാണ് ഏറ്റവും താങ്ങാനാവാത്ത രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തീറ്റ ക്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ തീറ്റക്രമം വേണം. അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിൻ്റെ കറവ പശുവിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രസവിക്കുന്നതിന് 1 മാസം മുമ്പ് മുതൽ പ്രസവിച്ചൊരു 3 മാസം വരെയുള്ള കാലയളവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവ്. ഈ ഒരു കാലയളവിലുള്ള തീറ്റക്രമം എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനശേഷി കൂടിയ നല്ല പാല് തരുന്ന ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കറവക്കാലത്ത് കിട്ടുന്ന മൊത്തം പാലിൻ്റെ 50% കിട്ടുന്ന ആദ്യത്തെ 3 മാസത്തിലാണ്. അപ്പോൾ ഈ ആദ്യത്തെ 3 മാസം കൊടുക്കുന്ന ആഹാരക്രമം വളരെ പ്രധാനമാണ്. ഒരു കാരണവശാലും ഈ സമയത്ത് പശു ക്ഷീണിക്കാൻ പാടില്ല. പശുവിൻ്റെ തൂക്കം ഈ സമയത്ത് ഒരു കാരണവശാലും കുറയാൻ പാടില്ല. അത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പശുവിൻ്റെ വെയിറ്റ് കുറേശ്ശെ കൂടിക്കൊണ്ടുവരണം. എന്ന് വെച്ച് നമ്മൾ ഓവർ ഫാറ്റി ആവണമെന്നല്ല പറയുന്നത്. അങ്ങനെ ഓവർ കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ അതും ലിവറിനെ മറ്റുമൊക്കെ ബാധിക്കും. പക്ഷേ പശുവിൻ്റെ ശരീരം ഒരു കാരണവശാലും വറ്റുകാലത്ത് ക്ഷീണിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ കറവക്കാലത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസ സമയത്ത് പശുവിൻ്റെ ശരീര തൂക്കം ഒരു കാരണവശാലും കുറയാൻ പാടില്ല. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പാലുൽപാദനത്തെ ബാധിക്കും. തീറ്റക്രമത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ അല്ലെങ്കിൽ നാരുകളുടെ അംശം കുറയുന്നു. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള അന്നജം കിട്ടാതെ വരുന്നു. അന്നജം കിട്ടാതെ വരുന്നത് പ്രത്യേകിച്ച് പാലുൽപാദനം എന്ന് പറയുന്നത് എനർജി അല്ലെങ്കിൽ അന്നജത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഘടകമാണ്. അപ്പം അന്നജം നിറഞ്ഞ ആഹാരം സാധാരണ കൊടുക്കുന്ന തീറ്റയ്ക്ക് പുറമെ, നേരത്തെ ഇവിടെ ബൈപ്പാസ് പ്രോട്ടീൻ്റെ കാര്യം പറയുകയുണ്ടായി. ബൈപ്പാസ് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഉള്ള തീറ്റ ഇന്ന് ലഭ്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പാലുൽപാദനത്തിന് വേണ്ടിയിട്ട് അന്നജം നിറഞ്ഞ ചോളം, കൂരക, പുളിയരി, കഞ്ഞി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് പച്ചപ്പുല്ല് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ചോളത്തിൻ്റെ പുല്ല്, ചോളം എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. അപ്പോൾ അന്നജം നിറഞ്ഞ പുല്ല് ശരിക്കും പറഞ്ഞാൽ അത് പ്രസവിച്ച് ആദ്യത്തെ ഒരു 2 മാസം കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചിലവ് കുറയ്ക്കാൻ സാധിക്കും. പ്രാദേശികമായി കിട്ടുന്ന ഈ പറഞ്ഞ ചോളം കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അതായത് അന്നജം കിട്ടുന്ന ഒരു ആഹാര രീതി ആദ്യത്തെ ഒരു 3 മാസം കൊടുക്കണം. എങ്കിലേ പശുവിൻ്റെ ശരീരം ക്ഷീണിക്കാതെ നോക്കാൻ സാധിക്കുള്ളൂ. കാരണം പശുവിൻ്റെ ശരീര തൂക്കത്തിൽ 1% കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഉൽപ്പാദനത്തെ മാത്രമല്ല അത് പ്രത്യുൽപാദനത്തെ ബാധിക്കും. പ്രസവശേഷം പശു മതിലക്ഷണം കാണിക്കുന്നത് വൈകാനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പശുക്കൾ ഈ സമയത്ത് ക്ഷീണിക്കുന്നതുകൊണ്ടാണ്. 1% ശരീര തൂക്കം കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യുൽപാദനത്തിൽ 1% കുറവ് വരും. 10% തൂക്കം കുറയുകയാണെന്നുണ്ടെങ്കിൽ 10% വീണ്ടും പ്രത്യുൽപാദന നിരക്കും കുറയും. അപ്പോൾ പശുക്കളുടെ പ്രസവകാലം നീണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആഹാരക്രമമാണ്. അപ്പോൾ ആഹാരക്രമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം അതിന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന പാലിൻ്റെ അളവ് കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള തീറ്റ വളരെ കൃത്യമായിട്ട്, അതായത് പശുവിൻ്റെ പാലിൻ്റെ ഉൽപ്പാദനത്തിനനുസരിച്ച് തീറ്റ കൊടുക്കുക. ആ തീറ്റ കൊടുക്കുന്നതിനകത്ത് തന്നെ തീറ്റയിലെ ഘടകങ്ങൾ നമ്മൾ ആവശ്യമുള്ള ഘടകങ്ങൾ യഥാക്രമം വരത്തക്ക വിധത്തിലുള്ളൊരു സമീപനം കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഏറ്റവും കൂടുതൽ പാലുൽപാദനം ഉള്ള സമയത്ത് കൊടുക്കുന്ന തീറ്റയല്ല കറവ വിടുന്ന സമയത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ അറിയണമെങ്കിൽ ചെറുപ്പം കുറേ കാര്യങ്ങൾ പറയുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ കർഷകർ ട്രെയിനിങ് തീർച്ചയായും കുറേയധികം കാര്യങ്ങൾ പ്രായോഗികമായിട്ടുള്ള അറിവ് കിട്ടുന്നത് പരിശീലനങ്ങളിലൂടെയാണ്. പരിശീലനങ്ങളിലും ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ തീറ്റക്രമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ അസിഡോസിസ് അല്ലെങ്കിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുളമ്പിലുണ്ടാകുന്ന ലാമിനേറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള നാരുകൾ, ഫൈബർ ഇല്ലാതെ വരുന്നു. അപ്പോൾ കേരളത്തിൽ പച്ചപ്പുല്ലിൻ്റെയും വൈക്കോലിൻ്റെയും അഭാവം കാരണം ഫൈബർ കുറയുന്നു. ഫൈബർ കുറയുമ്പോഴത്തേക്ക് പശുക്കൾക്ക് അസിഡിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ആ അസിഡിറ്റി കാരണമാണ് ഇതുണ്ടാകുന്നത്. അത് ഫൈബർ കുറയുന്നത് കാരണം പശുക്കൾക്ക് ആവശ്യമായ ഈ പറഞ്ഞ പാലിൻ്റെ കൊഴുപ്പ് കുറയുന്നതിന് വരെ അത് കാരണമാകുന്നു. പാലിൻ്റെ കൊഴുപ്പ് കുറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നാരുകളുടെ കുറവുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തീറ്റക്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീറ്റക്രമത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകണം, ശ്രദ്ധിക്കണം. പിന്നെ പ്രാദേശികമായി ലഭ്യമാകുന്ന തീറ്റ വസ്തുക്കൾ അത് പരമാവധി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണം. ഇപ്പോൾ ചില സീസണിൽ ഒരു ഇത് കിട്ടുന്ന ചക്ക നമുക്ക് വളരെ പ്രയോജനപ്പെടും. 8% പ്രോട്ടീൻ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില പ്രദേശങ്ങളിൽ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കും, കരിമുള്ള് ചെത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തെങ്ങിൻ്റെ ഓല
ധാരാളം പേര് കൊടുക്കുന്നുണ്ട്. ഈർക്കിൽ മാറ്റിയിട്ടാണ്. ആടിന് കൊടുക്കുമ്പോൾ ഈർക്കിലോട് കൂടി കൊടുക്കാം, പശുവിന് കൊടുക്കുമ്പോൾ ഈർക്കിൽ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഈ കായത്തൊലി കിട്ടും, അത് ധാരാളം കൊടുക്കുക. അത് കറുത്തു പോരുന്നേ ഉള്ളൂ. പിന്നെ വാഴ ഈ കൊല വെട്ടിക്കഴിഞ്ഞതിന് ശേഷം വാഴയുടെ എല്ലാ ഭാഗങ്ങളും പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം. മരച്ചീനി ഇല കൊടുക്കാം, ശീമക്കൊന്നയുടെ ഇല കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അവിടെ കിട്ടുന്ന പ്രാദേശികമായിട്ട് കിട്ടുന്ന തീറ്റ വസ്തുക്കൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അത് ഓരോ സീസണിലും ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. ഇത് പാഴായി പോകുന്ന പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല. വളരെ പെട്ടെന്ന് ഇപ്പോൾ പുതിയ ഒരു ആഹാരം, അതെ ഓരോ ആഹാര രീതിയിലോട്ട് മാറ്റുമ്പോൾ ക്രമേണ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്, ചോളത്തിന്റെ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ബിയർ വേസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ബിയർ വേസ്റ്റിന് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട്. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട്. ആഹാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട അസിഡിറ്റിയും മറ്റു പ്രശ്നങ്ങളും വശമുണ്ട്. അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള രീതിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ ഇപ്പം പെട്ടെന്നൊരു തീറ്റ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ പശുക്കൾക്കും ഉള്ള ഉൽപാദന ശേഷി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള തീറ്റ ചെയ്യണം. കൂടുതൽ പശുക്കളുള്ള ഒരു ഫാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അവിടെയുള്ള പശുക്കളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൽ ഇപ്പം ആദ്യത്തെ 3 മാസത്തിനകത്തുള്ള പശുക്കൾക്ക് ആവശ്യമുള്ള തീറ്റ, അതിനുശേഷമുള്ള മറ്റു കാലത്തുള്ള തീറ്റ. ഇപ്പം TMR പോലെയുള്ള തീറ്റ ഇപ്പം വന്നു കഴിഞ്ഞു. അതായത് ടോട്ടൽ മിക്സ്ഡ് റേഷൻ, അതായത് ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമ്പൂർണ്ണ തീറ്റ. അതിനകത്ത് പുല്ലും വൈക്കോലും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സമ്പൂർണ്ണമായ തീറ്റയാണ്. അപ്പോൾ സമ്പൂർണ്ണമായ തീറ്റയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം കൊടുക്കുന്നത്. വില ഇപ്പോൾ ഏകദേശം 20 രൂപ ആ റേഞ്ചിലൊക്കെ കിലോയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ TMR മാത്രം കൊടുത്താൽ പറ്റത്തില്ല. TMRനകത്തുള്ള പുല്ലിന്റെ അളവ് അല്ലെങ്കിൽ പരുഷാഹാരത്തിന്റെ അളവ് പോരാത്തത് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 10 കിലോ എങ്കിലും നമ്മൾ കൊടുക്കണം. TMR കൊടുത്ത് നമ്മളൊരു പശുവിനെ വളർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 ലിറ്റർ പാലിന്റെ ഉൽപ്പാദന ചെലവിൽ ശരാശരി ഒരു 3 രൂപ വരെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ TMR സ്ഥിരമായിട്ട് കിട്ടണം. TMR സ്ഥിരമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. TMRനകത്ത് പുല്ലും വൈക്കോലും ആവശ്യമായ അനുപാതത്തിൽ ചേർന്നിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ സ്വകാര്യ ഏജൻസികൾ വഴിയാണ് ഇപ്പോൾ വരുന്നത്. സർക്കാർ കേരളത്തിലെ സർക്കാർ ഏജൻസികൾ TMR എന്ന് പറയുന്ന തീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മറ്റ് ഏജൻസികൾ വഴി ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ലഭ്യത ഉറപ്പുവരുത്തണം. പിന്നെ അത് കൃത്യമായിട്ട് ന്യായവിലയ്ക്ക് നമുക്ക് ലഭ്യമാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇപ്പോൾ സർക്കാർ ഏജൻസികളൊക്കെ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ കർഷകർക്ക് പ്രയോജനമായിരിക്കും. കാരണം പ്രത്യേകിച്ച് വൈക്കോലിന്റെ ബുദ്ധിമുട്ട് ഇത്രയും വരുന്നു. അതുപോലെ പച്ചപ്പുല്ല് കിട്ടാതെ വരുന്നു. വൈക്കോലിന് വളരെയധികം വില കൂടി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ TMR പോലെയുള്ള ഒരു തീറ്റ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പശുവിന് മാത്രമല്ല ആടിനും കൊടുക്കാം. TMR എന്ന് പറഞ്ഞാൽ പശുവിനും ആടിനും എല്ലാം കൊടുക്കാം. അതിനകത്ത് സെയിം ഇതിന് തന്നെയാണ് കൊടുക്കുന്നത്. ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ അത് ലഭ്യമാകണം, ന്യായവിലയ്ക്ക് സ്ഥിരമായിട്ട് കർഷകർക്ക് ലഭ്യമാകണം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഉറപ്പുവരുത്തണം. കുറച്ചുനാൾ TMR കൊടുക്കുകയും പിന്നെ വീണ്ടും പഴയതിലോട്ട് പോയി അങ്ങനെ പറ്റത്തില്ല. കാരണം TMR ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിൾ സൈസും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ശരിയായിട്ടുള്ള ദഹനം നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫെർമെൻറ്റേഷൻ പോലെയുള്ള ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു മേഖലയാണ്. വളരെ പശുവിൻ്റെ ശരിയായിട്ടുള്ള ദഹന പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കുന്നു. ഈ പറഞ്ഞ പാലിൻ്റെ കൊഴുപ്പിൻ്റെ പ്രശ്നം വരുന്നില്ല, അസിഡിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ശരിയായിട്ടുള്ള ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യവും TMR സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫാമുകൾ ഇന്നുണ്ട്. കേരളത്തിൽ ചില ഫാമുകളിൽ സ്വന്തമായിട്ട് TMR ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. പിന്നെ തീറ്റക്രമം നമ്മൾ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ധാതുലവണ മിശ്രിതങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ധാതുലവണ മിശ്രിതങ്ങളിൽ TMRൽ ധാതുലവണ മിശ്രിതങ്ങൾ ചേർക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ കർഷകർ വളർത്തുന്ന ഒരാൾ ധാതുലവണ മിശ്രിതങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തേ മതിയാവും. പ്രത്യേകിച്ച് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന ധാതുലവണ മിശ്രിതങ്ങൾ കറവ പശുക്കൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ കിടാരികൾക്കും മറ്റും വളർച്ചയുടെ പ്രായത്തിൽ പ്രത്യുൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് ധാതുലവണങ്ങളുണ്ട്. അത് ധാരാളം അടങ്ങിയിരിക്കുന്ന ധാതുലവണ മിശ്രിതങ്ങൾ വളരെ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് ഈ കിടാരികളിൽ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുന്നതിനും പ്രത്യുൽപാദന അവയവങ്ങളിൽ ഗർഭാശയത്തിൻ്റെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ധാതുലവണ മിശ്രിതങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും കറവ പശുക്കൾ പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ അതിൻ്റെ പോരായ്മ കൊണ്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. സാർ, നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇനിയും സംശയങ്ങൾ കാണും. സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് സാറിന് ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ തപാൽ വഴിയോ ബന്ധപ്പെടാം. അതിഥിയുടെ മേൽവിലാസം പറയാം: ഡോക്ടർ R. വേണുഗോപാൽ, സീനിയർ വെറ്റിനറി സർജൻ, വെറ്റിനറി ഹോസ്പിറ്റൽ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9387 830
718. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 938 783 0718. സാറിന് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവ കർഷകർക്ക് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? തീർച്ചയായും ഈ മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കുക, പരിശീലന പരിപാടികളിലും മറ്റും പങ്കെടുത്ത് ഈ മേഖലയെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുക, കുറേ ഫാമുകളും മറ്റും കണ്ട് നേരിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള അറിവുകളോട് നേടിയതിനു ശേഷം പ്രായോഗികമായിട്ടുള്ള ഈ മേഖലയുടെ ഇന്നത്തെ അവസ്ഥ മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം ഒരു പ്രായോഗിക സമീപനം എടുത്ത് ചെറിയ രീതിയിൽ തുടങ്ങി അതിൽ നിന്നും മുന്നേറുക. അപ്പം എല്ലാ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന പ്രൊഫഷണലായിട്ടുള്ള ഒരു സമീപനമാണ് ആവശ്യം. ഈ പരിപാടി കാണുകയും നമ്മളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച വേണുഗോപാൽ സാറിനും നന്ദി പറയുന്നു. താങ്ക് യു സർ. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവ സംരംഭക സംഗമം രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. മട്ടുപ്പാവിൽ കയർ പുൽത്തകിടി, ചൂടിൽ നിന്ന് രക്ഷ. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം 2017 തൊടുപുഴയിൽ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. പത്തനംതിട്ട ജില്ലാ ക്ഷീര സംഗമത്തോടനുബന്ധിച്ച് മാർച്ച് 2-ാം തീയതി അടൂരിൽ വെച്ച് യുവ സംരംഭക സംഗമം സംഘടിപ്പിക്കുന്നു. യുവ സംരംഭകർക്ക് ക്ഷീര സംരംഭ അവസരങ്ങളും സാധ്യതകളും മനസ്സിലാക്കുന്നതിനും ക്ഷീരമേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള യുവ കർഷകർക്ക് നാളെ കൂടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജില്ലയിലെ ക്ഷീരവികസന ഓഫീസുകളിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വെൺപാലവട്ടത്തുള്ള കൃഷിവകുപ്പിന്റെ സംസ്ഥാന പരിശീലന കേന്ദ്രമായ സമേതിയിൽ സമ്മർ ഇൻ സമേതി എന്ന പേരിൽ 5 ദിവസം ദൈർഘ്യമുള്ള സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ മാസം 18 മുതൽ 22 വരെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും മെയ് മാസം 16 മുതൽ 20 വരെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കുമാണ് സമ്മർ ക്യാമ്പ്. കൃഷി, അലങ്കാര മത്സ്യകൃഷി, ശ്വാന പരിപാലനം, ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗവും, മൂല്യവർദ്ധിത പാലുൽപ്പന്ന നിർമ്മാണം, തേനീച്ച വളർത്തൽ, മൂല്യബോധം, സാംസ്കാരിക പൈതൃകം, പ്രസംഗകല, TV പരിപാടികളുടെ അവതരണം, ക്യൂസ് എന്നിവയും മറ്റ് വിനോദങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ക്യാമ്പ്. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2017 മാർച്ച് 31 വിശദ വിവരങ്ങൾക്ക് 9400860999 എന്ന നമ്പറിലോ 8547156524 എന്ന നമ്പറിലോ വിളിക്കുക. വേനൽക്കാലത്ത് വീടിനുള്ളിൽ ചൂടേൽക്കാതിരിക്കാൻ മട്ടുപ്പാവിൽ കയർ പുൽത്തകിടി സ്ഥാപിക്കാം. കലവൂരിലുള്ള സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണ്. ആവശ്യപ്പെടുന്നവർക്ക് 10 ചതുരശ്ര മീറ്ററിൽ പ്രദർശന യൂണിറ്റുകൾ സ്ഥാപിച്ചു നൽകും. ഇതിന് 2 തൊഴിലാളികളുടെ സേവനം വീട്ടുടമ ലഭ്യമാക്കണം. ഇതിനു പുറമെ കയർവിരികൾ മട്ടുപ്പാവിൽ വിരിച്ച് വെള്ളം തളിക്കുന്നതും വീടിനുള്ളിൽ തണുപ്പ് നിലനിർത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 0472225894 എന്ന നമ്പറിൽ വിളിക്കുക. കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൽ അടുക്കളത്തോട്ടങ്ങളിലെ തിരുനന യൂണിറ്റുകൾക്ക് ആവശ്യമായ തിരിക്കുറ്റികൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. തിരി ഒന്നിന് 15 രൂപയാണ് വില. കൂടാതെ തിരുനന സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിപ്പിക്കാനും
കേന്ദ്രത്തിൽ സംവിധാനമുണ്ട്. താൽപ്പര്യമുള്ളവർ 0492351840 എന്ന നമ്പറിൽ വിളിക്കുക. നിലവിൽ കർഷക പെൻഷൻ ലഭിച്ചു വരുന്ന അപേക്ഷകരിൽ ആധാർ കാർഡ് നമ്പരും മറ്റ് രേഖകളും കൃഷിഭവനിൽ ഇനിയും സമർപ്പിച്ചിട്ടില്ലാത്തവർ മാർച്ച് 5 മുൻപായി അവയുടെ പകർപ്പുകൾ അതാത് കൃഷിഭവനുകളിൽ ലഭ്യമാക്കേണ്ടതാണെന്ന് കൃഷിവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് 16ാമത് കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം 2017 ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ തൊടുപുഴയിൽ നടത്തുന്നു. കർഷകർക്ക് ആവശ്യമായ വിത്തുകളും നടീൽ വസ്തുക്കളും എത്തിച്ച് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ പരമ്പരാഗത കൃഷിരീതിയുടെ മേന്മകൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, നാണ്യവിളകൾ, നെൽവിത്തുകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രത്യേക പ്രദർശനവും വിതരണവും വിത്ത് മഹോത്സവത്തിന്റെ പ്രത്യേകതയാണ്. വിവിധ ഇനം ചക്കകളുടെ പ്രദർശനം, 100ഓളം ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം, വിതരണം, 50 ഇനം മാമ്പഴങ്ങളും പ്രദർശനവും എന്നിവ മേളയുടെ മാറ്റുകൂട്ടും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിത്തുൽപാദകർ, പ്ലാവ് കർഷകർ, മാമ്പഴ കർഷകർ, സംഘടനകൾ തുടങ്ങിയവർക്ക് മേളയിൽ പങ്കെടുക്കാം. മാർച്ച് 1 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-862-223717. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,300 രൂപ, കോഴിക്കോട് 13,200 രൂപ, തൃശൂരിൽ 12,300 രൂപ. കോപ്ര കൊച്ചിയിൽ 8,400 രൂപ, കോഴിക്കോട് 8,350 രൂപ, തൃശൂരിൽ 8,355 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 13,000 രൂപ, ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ സേലത്ത് 9,600 രൂപ, ഈറോഡിൽ 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000-നും 20,000-നും മധ്യ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 14,500 രൂപ, 4ാം ഗ്രേഡ് 15,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 14,500 രൂപ, 4ാം ഗ്രേഡ് 15,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 12,300 രൂപ, കൊപ്ര 8,400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 13,000 രൂപ, ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യ. ജാതിക്ക തൊണ്ടൻ 280-നും 300-നും മധ്യ. തൊണ്ടില്ലാത്തത് 450-നും 500-നും മധ്യ. ജാതിപത്രി 600-നും 650-നും മധ്യ. ഗ്രാമ്പൂ 780 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,500 രൂപ, 4ാം ഗ്രേഡ് 15,700 രൂപ. ഒട്ടുപാൽ 10,400 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 26.4. കൊച്ചി 33.4, 26. ആലപ്പുഴ 34.2, 24.8. പുനലൂർ 38.5, 18.8. തിരുവനന്തപുരം കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.